ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് തപസ് കാലത്തിലെ 3-ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം എന്ന് പറയപ്പെടുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നിർദ്ധയനായ ഭൃത്യൻ്റെ ഉപമ എന്നാണ് ഇതിൻ്റെ തലക്കെട്ട്. നമ്മളിത് പലയാവർത്തി കേട്ടുള്ളൊരു ഉപമയാണ്. ഒരു രാജാവ് തൻ്റെ സേവകനെ വിളിച്ച് കടമെല്ലാം തിരിച്ചടയ്ക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അയാൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ അയാൾ മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ ഈ രാജാവ് ഇങ്ങനെ മനസ്സലിഞ്ഞ് കടം മുഴുവൻ ഇളച്ചു കൊടുക്കുന്നു. എന്നാൽ ഇതേ സേവകൻ തൻ്റെ സഹസേവകൻ്റെ അരികിൽ ചെന്ന് അയാൾ കൊടുത്ത കടം തിരിച്ചു ചോദിക്കുമ്പോൾ സഹസേവകൻ ഇതേ വാക്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ആ ബൈബിൾ നോക്കുമ്പോൾ അങ്ങനെ കാണാൻ സാധിക്കും. എനിക്ക് സാവകാശം തരണമേ, ഞാൻ നിനക്കെല്ലാം തന്ന് വീട്ടിക്കൊള്ളാം. ഇതാണ് ഈ സേവകൻ രാജാവിനോട് പറയുന്നത്. അതേ കണക്ക് തന്നെ അത് 26-ാമത്തെ വാക്യമാണ്. 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എനിക്ക് സാവകാശം തരണമേ, നിനക്ക് തന്നു തീർത്തുകൊള്ളാം എന്ന് ഈ സഹസേവകൻ പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരും പറയുന്ന വാക്യങ്ങൾ ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ വാക്യം കേട്ടിട്ട് അയാൾ ഉണരുന്നില്ല. അതായത് അല്പം മുമ്പ് തൻ്റെ രാജാവിനോട്, തൻ്റെ യജമാനനോട് താൻ കടമിളച്ചു തരാൻ വേണ്ടി അഭ്യർത്ഥിച്ച അതേ വാക്യം എൻ്റെ മുമ്പിൽ ഒരാൾ ആവർത്തിക്കുന്നു. എന്നിട്ട് അയാൾക്കൊരു ബോധം കിട്ടുന്നില്ല, അയാൾ ഉണരുന്നില്ല, അയാൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നില്ല. ഞാൻ അല്പനേരം മുമ്പ് ഏത് സ്ഥിതിയിലായിരുന്നോ അതേ സ്ഥിതിയിൽ മറ്റൊരാൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് അയാൾ പ്രവേശിക്കുന്നില്ല. അതാണ് ഒരു പ്രശ്നം, ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയപ്പെടുന്നത്. നമ്മൾ നോക്കേണ്ട കാര്യം ഇതാണ്. എന്താണ് ചെയ്യുന്നത് ഈ മനുഷ്യൻ? ആ കടം, വളരെ ചെറിയൊരു കടം, തനിക്ക് ഇളച്ച് കിട്ടിയ കടം വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു കടം, ആ കടം ഇയാൾ ഇളച്ചു കൊടുക്കാൻ മനസ്സാകാതെ അയാളെ ദ്രോഹിക്കാൻ തുനിയുന്നു. ഇതാണ് കരുണ വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് കരുണ കൊടുക്കാതിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന സംഭവം. എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജാവ് ഇതിനെക്കുറിച്ച് അറിയുകയും ഈ കടം മുഴുവൻ, ഇയാളുടെ കടം മുഴുവൻ തന്നു തീർക്കാതെ ഇയാളെ പുറത്ത് വിടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മർദ്ദകന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. കടം റീലോഡഡ്. ഈ കടം റീലോഡ് ചെയ്യപ്പെടുന്നുണ്ടോ? നമ്മൾ പലതും റീലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കടം ഇളച്ച് കിട്ടുക, ഒരു കടം ഉണ്ടായിരിക്കുക എന്ന് പറയപ്പെടുന്ന ദുരവസ്ഥ കടം വാങ്ങിച്ചിട്ടുള്ള എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും. എനിക്ക് വളരെ അസ്വസ്ഥതയുള്ളൊരു വസ്തുതയാണ് കടം. പരമാവധി കടം വാങ്ങിക്കാറില്ല. ഇങ്ങനെ വളരെ റെയറായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കടം വാങ്ങിക്കേണ്ടതുള്ളൂ. പൈസ ആയിട്ട് കടം വാങ്ങിക്കാനായിട്ട് ശ്രമിച്ചിട്ടേ ഇല്ല. കടം വാങ്ങിച്ചാൽ ഉണ്ടാകുന്ന അത് ഒരു ആത്മാഭിമാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം അയാൾ അനുഭവിക്കുന്ന കഠിനമായ ഒരു അസ്വസ്ഥത, ഈ അസ്വസ്ഥത, എന്നിട്ട് കടം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ബദ്ധപ്പാടുകൾ, അയാൾ കഷ്ടപ്പാടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഈ പറയപ്പെടുന്ന കടം ഇളച്ച് കിട്ടിയാലോ എന്തോ ഒരു സ്വസ്ഥത. പക്ഷേ ഇതേ കടം റീലോഡ് ചെയ്യപ്പെട്ടാലോ എത്ര വലിയ ഭീകരത. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സംഭവിക്കുന്നത് ഇതാണ്. കടം റീലോഡ് ചെയ്യപ്പെടുക. ഒരു രീതിക്ക് സമ്പൂർണ്ണമായിട്ട് ഇളച്ച് കിട്ടിയ ഒരു ഭീമമായ കടം റീലോഡ് ചെയ്യപ്പെട്ടിട്ട് ഇനി ഇതിൻ്റെ അവസാനത്തെ ചില്ലിക്കാശ്. മറ്റ് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ, മറ്റ് ഇടങ്ങൾ വായിക്കുമ്പോൾ ഇതിന് സമാനമായ കഥകളിലൊക്കെ പറയുന്നത് അവസാനത്തെ ചില്ലിക്കാശ് വരെ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് അവസാന യജമാനൻ കോപിച്ചു, എന്നിട്ട് കടം മുഴുവൻ വീട്ടുന്നവരെ അവനെ ദണ്ഡകന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു, മർദ്ദകന്മാർക്ക് ഏൽപ്പിച്ചു, അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഈ രണ്ട് കടങ്ങളുടെ വ്യത്യാസമാണ്. രാജാവിനോട് സേവകൻ കടപ്പെട്ടിരുന്നത് 3,40,200 കിലോഗ്രാമായിരുന്നു. 3,40,200 കിലോഗ്രാം. എന്നാൽ സഹസേവകൻ്റെ കടം എന്ന് പറയുന്നത് 567 ഗ്രാം മാത്രമായിരുന്നു. 567 ഗ്രാം മാത്രം. 567 ഗ്രാം കടപ്പെട്ടവനോട് ക്ഷമിക്കാൻ പറ്റാത്ത 3,40,200 കിലോഗ്രാം കടം ഇളച്ച് കിട്ടിയ അഹങ്കാരിയുടെ കഥയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതാരാണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ തന്നെയാണ്. നമുക്കൊക്കെ എന്തോരം കടമാണ് ദൈവം ഇളച്ച് തന്നിട്ടുള്ളത്. കാരണം നമ്മൾ മറ്റുള്ളവരോട് കടം ഇളച്ച് കൊടുക്കുന്നില്ല എന്ന് പറയപ്പെടുന്നത്. നമ്മളിതിങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ണുപൂട്ടുക, എല്ലാ കാര്യങ്ങളും പോട്ടെ എന്ന് വയ്ക്കുക, അതല്ലേ അതിനകത്ത് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു കാര്യം ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പരിക്കുകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും പരാതികളും ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുകയും അതിനെ ഡിസിപ്ലിൻ ഓർഡറിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ദൗത്യം തന്നെയാണ്, അതിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷെ അതല്ല ഇവിടെ പറയും. ഇപ്പം മക്കൾ ഒരുപാട് തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മാതാപിതാക്കളെല്ലാം ക്ഷമിക്കുന്നു, ഞാൻ അവനോട് ചോദ്യം ചെയ്യുന്നതേ ഇല്ല, നീ തോന്നിയപടി ജീവിച്ചോ എന്ന് പറയുന്നത് കടവിളച്ചു കൊടുക്കലല്ല. അത് ഇറ്റ്സ് അഗെയിൻസ്റ്റ് ഡിസിപ്ലിൻ, അതിൻ്റെ അച്ചടക്കത്തിന് വിരുദ്ധമായൊരു വസ്തുതയാണ്. പക്ഷേ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും
എനിക്ക് ഇളച്ച് കിട്ടിയ പോലെ എൻ്റെ സഹോദരൻ എന്നോട് കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്കൊന്ന് ഇളച്ചു കൊടുക്കാനായിട്ട് സാധിക്കുക എന്ന് പറയപ്പെടുന്ന വസ്തുതയാണ്. അതായത് ദ്രോഹങ്ങൾ തന്നെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സുവിശേഷ ഭാഗത്ത് ഈ ഭീമമായ തുകകൾ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. രാജാവ് ഇളച്ചു കൊടുത്ത കടം 3,40,200 കിലോഗ്രാം ആണെങ്കിൽ സഹസേവകന് ഇളച്ചു കൊടുക്കാതെ വലിയ ഗൗരവപൂർവ്വം എടുത്ത കടം 567 ഗ്രാം മാത്രമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് വ്യത്യാസം, ഈ ഭീമമായൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇത് നമ്മളെ ഈ സുവിശേഷ ഭാഗം ഓർമ്മിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടും കടം റീലോഡ് ചെയ്യപ്പെടും. ദൈവത്തിൻ്റെ കടങ്ങൾ ദൈവവുമായി നമുക്കുള്ളൊരു ബന്ധത്തിലുണ്ടാവുന്ന കടങ്ങൾ റീലോഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയേറെയാണ്. നമ്മുടെയൊക്കെ ഇഷ്ടംപോലെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ക്ഷമിക്കാൻ മനസ്സ് കാണിക്കാതെ വരുമ്പോൾ അതിൻ്റെ ഷട്ടർ ഇങ്ങനെ തുറന്നിട്ട് അതൊക്കെ തിരിച്ച് നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടും ഈ സുവിശേഷ ഭാഗം ഓർപ്പിക്കുന്നത്. അപ്പോൾ കടങ്ങൾ റീലോഡ് ചെയ്യപ്പെടാതിരിക്കാൻ കരുണയുള്ളവരായി മാറുവിൻ. ഇതാണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് കരുണയുള്ള ജീവിതങ്ങൾ വഴി കടങ്ങൾ റീലോഡ് ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷ നമ്മളിലേക്ക് വന്നെത്താതെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനുള്ള ബലത്തിനെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.